സുഹൃത്തുക്കളെ നമസ്കാരം. പച്ചക്ക് പറയും വിനായകൻ. ഇപ്പോൾ നമുക്ക് ഒന്ന് പ്രശസ്തമാണ്, ഒന്ന് മീഡിയയിൽ കൂടിയും മറ്റും പബ്ലിസിറ്റി ആയി മാറണം. എന്തു ചെയ്യും? ഒന്നുകിൽ കഴിവ് വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്രായം, നാട്ടുകാരെല്ലാം വിചാരിക്കുന്ന ഇമാതിരി എന്ത് തെണ്ടിത്തരായി കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുള്ള വല്ലതും ചെയ്തിട്ട് പബ്ലിസിറ്റിയാണ്. അപ്പം അങ്ങനെ കേരളത്തിലൂടെ തേരാപ്പാര നടക്കുന്ന രണ്ട് ടീമുകൾ വിചാരിക്കുന്നു നമുക്കൊരു ന്യൂസ് ചാനൽ തുടങ്ങണം. അപ്പോൾ ന്യൂസിന് റിപ്പോർട്ട്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ റിപ്പോർട്ട്മാർ ഇടാനും സംഭവങ്ങൾ അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പം ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞാൽ ടി വിയിലൂടെയല്ല, മൊബൈലിലൂടെ. അപ്പോൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും അലമ്പുണ്ടാക്കണം. ഓരോരോ ആഴ്ച വാർത്ത, പിന്നെ വാർത്ത വായിക്കുന്നത് പച്ച തെറിയങ്ങ് വിളിച്ചു വേണം. അപ്പോൾ എന്ത് സംഭവിക്കും? നല്ല പബ്ലിസിറ്റി അങ്ങ് ഇടിച്ചു കയറിക്കൊള്ളും. അങ്ങനെ രണ്ട് ന്യൂസ് ചാനൽ, ഡാഷ് മലയാളി, കർമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ട് ന്യൂസ് ചാനൽ അങ്ങ് തുടങ്ങി. അപ്പോൾ ഇവരെ ചാനലിൻ്റെ ഉള്ളടക്കം ഒന്ന് പുറകോട്ട് നിങ്ങളിപ്പോൾ ഇതുവരെ ഈ ചാനലിൻ്റെ വീഡിയോസോ ന്യൂസോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നെടുത്തിട്ട് പുറകോട്ടൊന്ന് നോക്കാം. ഇവരെന്താണ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന ന്യൂസുകൾ? കംപ്ലീറ്റ് ഒന്നുകിൽ വ്യഭിചാരങ്ങൾ, അല്ലെങ്കിൽ പരത്തെറി ആരെങ്കിലും. അവിടെ വേശ്യാവൃത്തി നടക്കുന്നു, ഇവിടെ കടൽ തീരത്ത്, അവിടെ കാട്ടിൻ്റെ ഉള്ളിൽ, പൊന്തക്കാടിനുള്ളിൽ നടക്കുന്നു. അതിന് ഷെയ്ഡ് ചെയ്തിട്ട് വല്ല ആൾക്കൊളുത്ത് പിക്ചർ, നോ എവിഡൻസ്, നോ പ്രൂഫ്. എന്നിട്ട് ഏതെങ്കിലും നാട്ടുകാരെ കൊണ്ട് ഞാൻ കണ്ടായിരുന്നു, അതിനെ കൂടി ആരോ കയറിപ്പോയിട്ട് അതിൻ്റെ മുകളിൽ കൂടി അവിടെ എവിടെയോ ഇരിക്കുന്നു, ചട്ടിയും കലമുട്ടിയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ന്യൂസ് എക്സ്ക്ലൂസീവ്, ഇതാ നടക്കുന്നു വ്യഭിചാരം, എവിടെ? ഇന്നേ ലോഡ്ജിൽ, ഇന്നേ സ്ഥലത്ത്, ഇന്നേ സിറ്റിയിൽ. അതിനും പ്രൂഫോ സംഭവങ്ങളൊന്നുമില്ല. ഒന്നുകിൽ അതിൻ്റെ പേര് വരണം, ഏത് ലോഡ്ജാണ്, ഏത് സ്ഥലമാണ്, ഏത് പ്രോപ്പർ ഏരിയയാണ്, ആരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ. ഒരു കുന്തവും മണ്ണാങ്കട്ടിയില്ല. മലയാളികൾ ഇമാതിരി സാധനങ്ങളൊക്കെ കാണുന്നത് വിചാരിക്കുക, എൻ്റെ ദൈവമേ ഇവിടെ എന്തൊക്കെയോ അങ്ങനെ നടക്കുകയാണ്. സ്പായുടെ മറവിൽ അനാശ്വാസം, കംപ്ലീറ്റ്. അവിടെ അനാശ്വാസം, ഇവിടെ അനാശ്വാസം. ഈ ചാനലുകാർക്ക് ഇതേ പണിയില്ല. കാരണം അവർക്ക് ന്യൂസൊന്നും ഇല്ലല്ലോ. കാരണം കേരള ന്യൂസ്, ഇന്ത്യൻ ന്യൂസ് അതൊന്നും കിട്ടാനുള്ള യാതൊരു സോഴ്സ് അവർക്കില്ല. ആകെപ്പാടെയുള്ളൊരു പണി അവിടെ ഇവിടെയും നടന്നുകൊണ്ട്, അവിടെ അനാശ്വാസം, ഇവിടെ അനാശ്വാസം. പിന്നെ അവനെ തെറി വിളിച്ചു. എന്നിട്ട് അവർ റിപ്പോർട്ട് വരെ വായിന്ന് വരുന്ന ഡയലോഗുകൾ, എൻ്റെ ദൈവമേ, കൊച്ചു കുട്ടികൾക്ക് പോലും ഒരു എന്താ പറയുക, 18 വയസ്സുള്ള ആൾക്കാർക്ക് പോലും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് നാറിത്തര, അതേപോലത്തെ തെണ്ടിത്തര ഡയലോഗുകളാണ് അത് വായിന്ന് വരുന്നത്. ഈ ചാനലുകൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന പുതിയൊരു ഐറ്റമാണ് മമ്മൂക്ക. അതായത് മമ്മൂക്കെതിരെ ഒരു വല്യമ്മച്ചി പോസ്റ്റ് ചെയ്ത കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. വല്യമ്മച്ചി പോസ്റ്റ് ചെയ്തു, 2-3 പോസ്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ താഴെ ഫാദർ ആരാം മദർ ആരാന്ന് അറിയാത്ത കുറേ ഫേക്കന്മാർ താഴെ വന്നിട്ട് അടുത്ത് കിടന്നിട്ട് മമ്മൂക്കയുടെ കുറേ ഫോട്ടോകൾ ഉണ്ടാക്കി കണാപ്പിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പം ഭീമന്മാർക്ക് തോന്നി, ഈ ആഴ്ചത്തെ പുതിയ ഇര കിട്ടിയിരിക്കുന്നു, വിടരുതിനി. അപ്പം അങ്ങനെ ഇവന്മാർ ഇപ്പം ഈ രണ്ട് ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് മമ്മൂക്കനെ കുറിച്ചുള്ള ഓരോരോ ഐറ്റംസ് ഇട്ട് കൊടുക്കുക വീഡിയോ. അപ്പം ഇത് ഈ മുട്ടനാടുകൾ ഇടിച്ചിട്ട് ഇങ്ങനെ ചോര കുടിക്കുന്ന ഒരു കഥയില്ല, അതേപോലെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ ഒന്ന് മമ്മൂക്ക അനുകൂലിച്ച്, ഒന്ന് പ്രതികൂലിച്ച്. ഇവന്മാർ തമ്മിൽ പുറമട്ടി, അടിയോടടി. അപ്പം ന്യൂസുകാരോ, യെസ്, ഈ ആഴ്ചത്തെ നമ്മുടെ കോട്ട തികച്ചിരിക്കുന്നു. നാണമില്ല നാക്കികളെ. നിങ്ങൾക്കെല്ലാം പോയിട്ട് ഇതിലും ഭേദം പോയിട്ട് തെണ്ടി തിന്നൂടെ, വല്ല ബസ് സ്റ്റാൻഡിലും കണ്ട് പോയി ഇരുന്നിട്ട് തെണ്ടി തിന്നൂടെ, ഇരന്ന് തിന്നൂടെ. ഇമാതിരി കുണാച്ച് പറ്റില്ലെങ്കിൽ ചാനൽ കൂട്ടി പോടേ. ഓരോ കുണാപ്പുകൾ എന്താ പറയുക, എന്താ പറയുക, നമ്മളെയൊക്കെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു അതിരുണ്ട്. എന്താ പറയുക, എവിടെ നിന്നാണ് വരുന്നത് ഇമാതിരി ഒരു ഐറ്റംസ്? ഓക്കെ, പച്ചക്ക് പറഞ്ഞു, സമാധാനമായി, സന്തോഷമായി. ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.